വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പസിൽസ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ IBPS ക്ലർക്ക്, SBI ക്ലർക്ക് അതിൻ്റെയൊക്കെ പ്രിലിംസിൽ നമുക്ക് 35 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൻ്റെ സെക്ഷൻസിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 20 മുതൽ 25 ചിലപ്പോൾ അതിൽ കൂടുതൽ പസിൽസ് എന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ പസിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ വെവ്വേറെ ടൈപ്പ് പസിൽസ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവാണ്. ലീനിയർ, സർക്കുലർ, പിന്നെ അൺസർട്ടൈൻ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ പസിൽസ് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബേസിക് ടു കുറച്ച് ഹയർ ലെവലിലേക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം മെയിൻസ് ലെവലും അല്ലെങ്കിൽ കുറച്ച് SBI PO പ്രിലിംസ് അങ്ങനത്തെ കുറച്ച് ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ പസിൽസിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണുക. എവിടെയെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ നല്ലൊരു ബേസിക് ലെവൽ ടു നമ്മൾ പറയാൻ പോവുകയാണ്. ഒരിക്കലും ഈ പസിലിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രിലിംസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് പോലും പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പം 1 മുതൽ 3 വരെ അല്ലെങ്കിൽ 1 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. പ്രിലിംസിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. ചില ആൾക്കാർ സ്കിപ്പ് ചെയ്തു പോവും, ചില ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ്ട് പോവും. അതൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്കിപ്പ് ചെയ്യണം, സ്കിപ്പ് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ യൂണി ഡയറക്ഷനിൽ നിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിൽ ഒന്നുകിൽ നോർത്ത് അല്ലെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ വെസ്റ്റ് ഒരു ഈസ്റ്റ് ഫേസ് ചെയ്യുന്ന ഈ ടൈപ്പ് പസിൽസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതിന് മുന്നേ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ബേസിക് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ഞാനിപ്പോൾ പറയുന്നത് ഇവിടെ റെഡിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ A, B and C സിറ്റിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫേസിങ് നോർത്ത്. 3 പേരുണ്ട്. എങ്ങനെയാണ് നോർത്തിലേക്ക്, മുകളിലോട്ട്, നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, നമ്മളെ സ്ക്രീനിൽ ഇതാണെങ്കിൽ മുകളിലോട്ട് ഫേസ് ചെയ്തിട്ട് 3 പേരുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ B സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് A ആൻഡ് C ഈസ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് B. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിന് ഒരു കണ്ടീഷൻസ് കൂടെ തരുന്നുണ്ട്. ഒന്നല്ല 2 കണ്ടീഷൻസ് തരുന്നുണ്ട്. B സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് A ആൻഡ് C സിറ്റിംഗ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് A. അപ്പോൾ നോർത്തിൻ്റെ ലെഫ്റ്റും നോർത്തിൻ്റെ റൈറ്റും എങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നോർത്തിൻ്റെ ലെഫ്റ്റ്, നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ടാണ്, നമ്മളെ സ്ക്രീനിൻ്റെ മേലോട്ടാണ് നമ്മൾ വരയ്ക്കുക. ഇപ്പോൾ സൗത്ത് ആണെങ്കിൽ താഴോട്ടാണ് വരയ്ക്കുക, വെസ്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ടാണ് വരയ്ക്കുക, ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ടാണ് വരയ്ക്കുക. അതൊക്കെ നമ്മൾ ഡയറക്ഷൻ സെൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അത് ഒന്ന് പോയി കാണുക കേട്ടോ. അതിനുശേഷം ഈ വീഡിയോ നോക്കുക. അപ്പോൾ നോർത്തിലേക്കാണ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് എവിടേക്കായിരിക്കും? നോർത്തിൻ്റെ റൈറ്റ് എവിടേക്കായിരിക്കും? ഇങ്ങോട്ടല്ലേ, ഈസ്റ്റിലേക്കായിരിക്കും. ഈസ്റ്റിലേക്ക് എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആകുന്നില്ല. നോർത്തിൻ്റെ റൈറ്റ് കാണാനായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് എങ്ങനെയാണ് ഇറങ്ങുക? ക്ലോക്ക് ഇങ്ങനെയല്ലേ ഇറങ്ങുക. അപ്പോൾ നോർത്തിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടേക്കാണ് റൈറ്റ് ഉണ്ടാവുക. ഈ ഭാഗത്തേക്കുള്ള ഒക്കെ റൈറ്റ് ആണ്. ഈ ഭാഗത്തേക്കുള്ള എന്തായിരിക്കും? ലെഫ്റ്റ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? നോർത്തിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് ഇങ്ങനെയാണ് കറങ്ങുക, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇങ്ങനെ കറങ്ങുക. അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞെന്താ, നോർത്തിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പസിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒറ്റ തവണ മാത്രമേ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒറ്റ തവണ ക്വസ്റ്റ്യൻ വായിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ആകെ 2 സെൻറ്റൻസ് തന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇത് 10 സെൻറ്റൻസ് അല്ലെങ്കിൽ 15 സെൻറ്റൻസ് ഒക്കെ തരാം. അപ്പോൾ അതെങ്ങനെയാണ് ഒറ്റ തവണ വായിച്ചിട്ട് നമ്മൾ ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ ചിലത് 15 സ്റ്റേറ്റ്മെൻറ്റൊക്കെ തലയിൽ ഇങ്ങനെ നിൽക്കുമോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ചെറുതായിട്ടൊരു ഹിൻഡ് പോലെ എഴുതി വെക്കുക. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ചെറുതായിട്ടൊരു ഹിൻഡ് പോലെ എഴുതി വെക്കുക. അതെങ്ങനെ എഴുതി വെക്കുക? ഇപ്പോൾ B സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് A എന്നാണ്. അതെങ്ങനെയാണ് എനിക്ക് വരയ്ക്കുക? അപ്പോൾ എന്റെ 3ാമത്തെ റൈറ്റിൽ B ഉണ്ടെന്നാ. A ഇവിടെ ഉണ്ട്. ആദ്യത്തെ റൈറ്റിലാണോ? അല്ല. 2ാമത്തെ റൈറ്റിലാണോ? അല്ല. 3ാമത്തെ റൈറ്റിലാണ് B ഉള്ളത്. അപ്പോൾ നമ്മൾ എഴുതി വെച്ച എന്റെ
1 2 മൂന്നാമത്തെ റൈറ്റിലാണ് ബി എന്നുള്ളതാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചത്. ഇതെന്താണ്, ഇതൊരു ഹിൻ്റായിട്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അടുത്തത് എന്താണ്, സി ഈസ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. ബീൻ്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ലെഫ്റ്റ്. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ നേരെ ലെഫ്റ്റിൽ ബി ഉണ്ട് എന്ന്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അതെങ്ങനെയാണ് ഇതാ സി ബി എന്താണ്, സി ഈസ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. ബീൻ്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് സി എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊരു ഹിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എന്താണ്, സി ഇവിടെ തന്നെയല്ലേ, അപ്പോൾ ഇവിടെ എഴുതിയാൽ പോലെ ഒക്കെ വരും. അപ്പോൾ അതങ്ങനെയൊക്കെ എഴുതിയാൽ മതി. നമ്മളെന്താണ് ബേസിക്കായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 2 ഹിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താക്കണം, ഇനി ഈ 2 ഹിൻ്റ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുക, അപ്പോൾ 4 പ്ലേസ് അത് ആദ്യം തന്നെ എന്താണ്, ആദ്യത്തെ ഹിൻ്റ് വെച്ചിട്ട് എൻ്റെയും ബീൻ്റെ ഇടയിൽ 2 ആൾക്കാരുണ്ട്. എ ലെഫ്റ്റിലാണ്, ബി റൈറ്റിലാണ്. അതെങ്ങനെ എഴുതി, എ ഇതവിടെ, ബി എവിടെ എഴുതി. ഇനി എന്താണ്, ബീൻ്റെ നേരെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് സി എന്ന് എഴുതി. ഇനി വേറെ ഏതെങ്കിലും തന്നിട്ട് ആകെ നമുക്ക് 3 ആളെ തന്നിട്ടുള്ളൂ, പക്ഷേ 4 പ്ലേസ് ഉണ്ട്. ഇവിടെ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ ഡി കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. എന്താണ്, ചിലപ്പോൾ ഇ ആവാം, ചിലപ്പോൾ എഫ് ആവാം, അതേതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഏതോ ഒരാളുണ്ട്, ചിലപ്പോൾ എന്താണ് വേക്കൻറ്റും ആവാം. ഒരു സീറ്റാണല്ലോ പറഞ്ഞത്, ചിലപ്പോൾ വേക്കൻറ്റും ആവാം. അപ്പോൾ ഇവിടെ ഏതോ ഒരാളുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് നമ്മളൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി വെക്കുന്നത്. ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, ആ ഹിൻഡിനനുസരിച്ച് ഓരോ ഹിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഹിൻഡിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് ചെയ്തത്. ഇതെന്താണ് ഇങ്ങനെ വന്നത്, നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. ഇനി എന്താണ്, സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാക്കി ഇത് ഫില്ല് ചെയ്യാൻ നോക്കാം. അടുത്തത് ഇതാ, ഇവിടെ നോക്ക്, എ ബി എസ് സി ഒ എന്താണ് സ്ട്രെയിറ്റ് ലൈനാണ്, സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് പറഞ്ഞ്. അപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്യുക, നേരത്തെ പോലെ തന്നെ ബി സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. എങ്ങനെ എഴുതുക, ബി സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ ആൻഡ് സി ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഇതൊക്കെ സൗത്തിലാണ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാം നോക്ക്, എ ഇതാ സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ബി എത്രാമത്താന്ന് പറഞ്ഞാൽ തേർഡ് ടു ദ റൈറ്റ്. ബി തേർഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ എവിടേക്കാണ് വരിക, സൗത്തിൻ്റെ റൈറ്റ് എവിടേക്കാണ്, ഇങ്ങോട്ടല്ലേ വരിക. എങ്ങനെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എന്താണ്, ഇവിടെയാണ് ബി വരിക. റെഡിയാണോ, ഇവിടെയാണ് ബി വരിക. ബിയും അതായിരിക്കും സൗത്ത് ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ബീൻ്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് സി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് എവിടെയാണ്, ഇതാ ഇവിടെയാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുക. പക്ഷേ ഇതെന്താണ് സൗത്ത്, മനസ്സിലാവുന്നുണ്ടോ? എന്താ ചെയ്തത്, എ എന്നുള്ളത് സൗത്ത് ഡയറക്ഷനാണ്. അത് ഇതിപ്പോൾ സൗത്ത് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതണമെന്നുണ്ടോ, ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല. നമുക്കെന്താണ് ഇവർ ചെറുതായിട്ടൊരു വരയിടണമെന്ന് ആവശ്യമില്ല. നമ്മളെന്താണ് മൈൻഡിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം ബി എൻ്റെ തേർഡ് ടു ദ റൈറ്റ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബീൻ്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ എന്താണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ആകെ ചെയ്തത്, എന്താണ് നമ്മൾ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്, ഒരു ഹിൻഡ് പോലെ 2 ഹിൻഡ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ 10 കണ്ടീഷൻസ് ആണെങ്കിൽ 10 ഹിൻഡായിട്ട് എഴുതി വെക്കുക. സിമ്പിളായിട്ട് എന്നിട്ട് എന്താണ് ആ ഹിൻഡ് മാത്രം നോക്കി ചെയ്യുക. അല്ലാണ്ട് എന്താണ് ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക, ബി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ, സി ഈസ് ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റില്ല. പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹിൻഡ് പോലെ എഴുതി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് നമ്മളിപ്പം ഫേസിങ് നോർത്തും ഫേസിങ് സൗത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. അപ്പം അടുത്ത ബേസിക് കാര്യം, എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. നമ്മളിപ്പോൾ പറയുന്നത് എന്താ, ലീനിയർ ഡയറക്ഷനിൽ യൂണി ഡയറക്ഷൻ, ഒന്നുകിൽ നോർത്ത്. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അടുത്ത ആൾ ഇവിടെ, ചിലപ്പോൾ ഇവിടെ ഒരാളുണ്ടാവും, ഇവിടെ ആളുണ്ടാവും. അതാണ് ലീനിയർ ഡയറക്ഷൻ. പക്ഷേ എന്താ, അവരെല്ലാവരും എന്താണ് ഒറ്റ ഡയറക്ഷനിലേ നോക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ നോർത്ത്, എല്ലാവരും നോർത്ത് നോക്കണം, എല്ലാവരും സൗത്ത്. അപ്പോൾ ഒരു ഡൗട്ട്, ചില ആൾക്കാർ എന്താ നോർത്തിൽ, ചില ആൾക്കാർ സൗത്തിൽ നോക്കിക്കൂടെ എന്താണ് ഡൗട്ട് വരിക. അതെന്താണ് നമ്മൾ അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോഴെന്താണ് ലീനിയർ യൂണി ഡയറക്ഷനിലാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് അതിലത്തെ എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറഞ്ഞ്, എ ഈസ് ബിറ്റ്വീൻ എ എന്ന് പറഞ്ഞാൽ ബീൻ്റെയും സീൻ്റെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെ വരുമോ എന്ന് ഒരു ഡൗട്ട് വരും, ബി ഇങ്ങനെ വരുമോ എന്നൊരു ഡൗട്ട് വരും. പക്ഷെ എന്താണ് ഇങ്ങനെ വരില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും വരിക എന്നറിയാം, 2 പോസിബിലിറ്റി ആണുള്ളത്. എങ്ങനെയായിരിക്കും, 2 പോസിബിലിറ്റി ആണുള്ളത്. എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. എ എന്ന് പറയുന്നത് ബീൻ്റെയും സീൻ്റെ ഇടയിലാണ് എന്ന് വെച്ചാൽ ബീൻ്റെയും സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻ്റെയും സീൻ്റെ ഇടയിലും ഒരാളുണ്ട്. ആ ഒരാളേ ഉള്ളൂ. ആ ഒരാൾ ആരാണെന്ന് പറഞ്ഞാൽ എ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ബീൻ്റെയും സീൻ്റെ ഇടയിൽ ഒരാളുണ്ട്. ആ ഒരാൾ ആരാണ്, എ ആണ്. പക്ഷേ എന്താണ് ചിലപ്പോൾ എന്താണ് സി ഇവിടെ വരാം,
ബി ഇവിടെയും വരാം, അപ്പോൾ ഇങ്ങനെയും വരാം. മനസ്സിലാവുന്നുണ്ടോ? ബിൻ്റെയും സിൻ്റെയും ഒരേ ഒരാളേ ഉള്ളൂ, അത് എ ആണെന്ന് പറഞ്ഞത്. പക്ഷേ ബി എന്താണ്? ചിലപ്പോൾ ബി ലെഫ്റ്റിലാവാം, ബി റൈറ്റിലാവാം, സി ലെഫ്റ്റിലാവാം, സി റൈറ്റിലാവാം. ഇപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് 2 പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്താണ്, ഒന്ന് കോമൺ ആയിട്ടാണുള്ളത്. ഈ ബീൻ്റെയും സിൻ്റെയും ഇടയിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് എ ആണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെറിയൊരു ബേസിക് കാര്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് വരും. അപ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് ഇപ്പോഴേ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്താണ്, ബീൻ്റെയും സിൻ്റെ ഇടയിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് എ ആണെന്ന്. അടുത്തെന്താണ്, ബി ആൻഡ് സി ആർ അഡ്ജസൻറ്റ് ഓഫ് എ എന്ന്. ഇതും അതും തന്നെയാണ്, സെയിം തന്നെയാണ്. ബിയും സിയും അഡ്ജസൻറ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഇതാ എയിന് അഡ്ജസൻ്റ് ആണ്, സിയും എയിന് അഡ്ജസൻ്റ് ആണ്. ഒരാൾക്ക് അഡ്ജസൻ്റ് ആയിട്ട് 2 ആളുണ്ട്. അതെങ്ങനെയായിരിക്കും? 2 ആൾ ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഒരാളിവിടെ ഒരാളിവിടെ ആയിരിക്കും. അങ്ങനെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, ലീനിയർ ഡയറക്ഷനിൽ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും? അതും ഇതേപോലെ തന്നെ വരിക. എയിന് അഡ്ജസൻ്റ് ആയിട്ട് ബി ഉണ്ടാവും, സി ഉണ്ടാവും. രണ്ടാമത്തെ അപ്പോൾ ഇതും എന്താണ്, 2 പോസിബിലിറ്റി ഉണ്ട്, 2 കേസസ് ഉണ്ട്. ഇവിടെ എയിന് അഡ്ജസൻറ്റ് ബി ഉണ്ട്, എയിന് അഡ്ജസൻറ്റ് സി ഉണ്ട്, എയിന് അഡ്ജസൻറ്റ് ബി ഉണ്ട്, എയിന് അഡ്ജസൻറ്റ് സി ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റിലാണ് ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റിലെ വേർഡ്സിൽ ഉപയോഗിച്ച ഒരു ലാംഗ്വേജിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അടുത്തത് നമ്മളിപ്പോൾ എയും ബിയും നോക്കിയിട്ടുണ്ട്, പിന്നെന്താണ്, സി ആണ് നോക്കുന്നത്. എ ഹൂ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് പസിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും മിക്ക ക്വസ്റ്റ്യൻസിലും എന്താണ് ഈ വേർഡ് വരും, ഹൂ എന്നുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ ആവും. എ ഹൂ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ അതിലേതാണ് ഹൂ, ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ ഹൂ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഹൂവിൻ്റെ നേരെ തൊട്ട് പുറകിലുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഹൂവിന് തൊട്ട് പുറകിലുള്ള ആരാണ്? എ അല്ലേ? അപ്പോൾ എ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഹൂവിന് നേരെ തൊട്ട് പുറകിൽ ആരാണ് ഉള്ളത്, അപ്പോൾ അയാൾ ആയിരിക്കും തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്ന്. ചിലപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ വരും, ഇതിന് മുന്നേ പി ഒക്കെ വരും, പി എ. അപ്പോൾ എന്താണ്, ചിലപ്പോൾ പി ആണോ എ ആണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ എന്താണ്, ഇതിലെന്താണ് എ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. അതെങ്ങനെ വരയ്ക്കുക? എ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ഇതെങ്ങനെ വന്ന് നമ്മൾ നേരത്തെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അടുത്തത്, എ ഈസ് നോട്ട് ബിറ്റ്വീൻ ബി ആൻഡ് സി. അപ്പോഴും എങ്ങനെയായിരിക്കും വരിക? ഇപ്പോൾ ബീൻ്റെയും സീൻ്റെ ഇടയിലും എ. ഇപ്പോൾ ബി ഇതാ ഒരു 2 ആൾക്കാരുണ്ട്, അതിൻ്റെ ഇടയിൽ എന്താണ് എ വരില്ല എന്നുള്ളതല്ല, ബീൻ്റെയും സീൻ്റെ ഇടയിൽ ഒരാളേ ഉള്ളൂ, പക്ഷേ ആ ഒരാൾ എ അല്ല എന്നാണ്. എ ഈസ് നോട്ട് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ ബീൻ്റെയും സീൻ്റെ ഇടയിൽ ഒരാളേ ഉള്ളൂ, അതെന്തായാലും എന്താണ് എ അല്ല. ഇത് നോക്കുകയാണെങ്കിൽ ഇത് എ അല്ല എന്ന് മാർക്ക് ചെയ്താൽ മതി. എ അല്ല എന്നെങ്ങനെ മാർക്ക് ചെയ്യുക? ഇവിടെ ഒരു വെട്ടിട്ടാൽ മതി, എ അല്ല എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഇതൊരു ഹിൻ്റായിട്ട് എഴുതുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ പസിൽ എഴുതുമ്പോൾ എന്താണ് എ എഴുതിയിട്ട് അവിടെ വെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, ബീൻ്റെയും സീൻ്റെ ഇടയിൽ ഒരാളുണ്ട്, അതെന്തായാലും എ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ബി ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ ഹൂ ഈസ് സിറ്റിംഗ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഹൂവിൽ ആരാണ് ഹൂയ്ക്ക് വരികയെന്ന്. അപ്പോൾ ചിലപ്പോൾ ബി ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി സി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം. പക്ഷേ ഹൂ എന്ന് പറയുമ്പോൾ എന്താണ്, നേരെ അതിന് പുറകിലുള്ളത് ആളായിരിക്കും വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക, ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ബി ഈസ് സിറ്റിംഗ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. ഇങ്ങനെ എഴുതുക, ബി ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. പിന്നെന്താണ്, ഹൂ വരുന്നതിനെ കൊണ്ട് എ ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി. എങ്ങനെയാണ് എ ഈസ് സിറ്റിംഗ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി, എങ്ങനെയായിരിക്കും വരിക? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയാണ് വരയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട്, ഹൂ എന്നുള്ളത് വരുന്നതിന് നേരെ മുന്നിലുള്ളതാണെങ്കിൽ ആ മുന്നിലുള്ളതായിരിക്കും നമ്മളെന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്, ആ മുന്നിലുള്ളതായിരിക്കും. പിന്നെ ബിറ്റ്വീൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അഡ്ജസൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ എങ്ങനെയാണ് ഹിൻറ്റുകൾ ഫോം ചെയ്തിട്ട് പസിൽ സോൾവ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അപ്പോൾ എന്താണ്, സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. അപ്പോൾ എത്രയാണ്, ഡയറക്ഷൻസ് 1 to 5, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള കൺഫ്യൂഷൻ വരണ്ട. ചിലപ്പം വരാം, RRB ക്ലർക്ക് അതിൻ്റെ പ്രിലിംസിൽ ചിലപ്പം വരാം. കാരണം RRBൻ്റെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ അതിൻ്റെ എക്സാംസ് എന്താണ് കമ്പാരേറ്റീവ്ലി ഈസിയർ ആയിട്ടാണ് വരാറുള്ളത് ക്വസ്റ്റ്യൻസ് കേട്ടോ. എന്ന് വെച്ചാൽ കട്ട് ഓഫ് അല്ല, ഈസിയർ ആയിട്ട് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുകയെന്ന് പറയുന്നത്. അപ്പോൾ 6 പേഴ്സൺസ് ABCDE ആൻഡ്
ABCDEF ആർ സിറ്റിംഗ് ഇൻ എ റോ. ഒരു റോയിൽ എന്താണ് 6 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര സീറ്റ് ഉണ്ടാവും? 6 സീറ്റ് ഉണ്ടാവും. 6 സീറ്റ്. പിന്നെ എന്താണ്? സി ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് എ. സി ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് എ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്താക്കണം? ഒരു ഹിൻറ്റ് ഫോം ചെയ്യണം. എന്നിട്ട് ഹിൻറ്റിന് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് എല്ലാ ഹിൻറ്റും എഴുതി വെച്ചതിന് ശേഷം മാത്രം പസിൽ സോൾവ് ചെയ്യാൻ നിൽക്കുക. എന്തുകൊണ്ടാണ് ഹിൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് ഫുള്ളായിട്ട് വായിച്ച് പസിൽ സോൾവ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറേ ടൈം കൺസ്യൂം ആവും. അതുകൊണ്ടാണ് ഹിൻറ്റ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഹിൻറ്റ് എന്താണ്? സി ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് എ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ്റെ അടുത്തല്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് എഴുതുക? സി നോട്ട് സിറ്റിംഗ് ബിസൈഡ് എ, ഇങ്ങനെയാണ് ഇത്. സി എന്നുള്ളത് ഡീൻ്റെ അടുത്തല്ല എന്നുള്ളത്. അടുത്തത് എന്താണ്? ഡി ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദ എക്സ്ട്രീം റൈറ്റ് എന്നാണ് പറയുന്നത്. ഡി എന്ന് പറയുന്നത് റൈറ്റിലാണ്, എക്സ്ട്രീം റൈറ്റിലാണെന്ന്. അതെങ്ങനെയാണ്? നമുക്ക് എന്താണ് ഡി എന്നുള്ളത് എന്താണ്? റൈറ്റ് ഹാൻഡ് ആണെന്ന് എഴുതി വെക്കുക. ഡി റൈറ്റ് ഹാൻഡ് ആണ്. അടുത്തെന്താണ്? അടുത്ത ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ 2 കേസസ് ആണുള്ളത്. എൻ്റെയും സിൻ്റെ ഇടയിൽ എന്താണ് ഈ ഉള്ളത്? ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ സി ഇ എ, ഏത് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്താണ്? എ ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് എഫ് ആൻഡ് ഡി. അപ്പോൾ എ എന്താണ്? എഫിൻ്റെയും ഡിൻ്റെയും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരില്ല എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുക? എ സിറ്റിംഗ് എഫ് ഓർ ഡി, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി എന്താണ്? ബി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. എഫിൻ്റെയും ഡിൻ്റെ ഇടയിൽ ആരാണ്? ബി ഉണ്ടെന്ന്. അതും എങ്ങനെയാണ് വരിക? ബി സിറ്റിംഗ് എഫ് ആൻഡ് ഡി, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഡി ബി എഫ്. അപ്പോൾ 2 ചാൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാല് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഹിൻഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താക്കണം? സോൾവ് ചെയ്യണം. അതെങ്ങനെ സോൾവ് ചെയ്യുക? നമ്മളെന്താണ് 6 പേഴ്സൺസ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ 6 പേഴ്സൺസിന് നമ്മളൊരു 6 സീറ്റ് വരച്ച് വെക്കുക. അപ്പോൾ സീറ്റിന് പകരം 2 രീതിയിൽ വരയ്ക്കുക. എങ്ങനെ? ഒന്നുകിൽ 6 സീറ്റ്, ഇങ്ങനെ 6 സീറ്റായിട്ട് വരയ്ക്കുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇങ്ങനെ വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഏതാണെന്നറിയാം? 1 2 3 4 5 6 ഇങ്ങനെ വരയ്ക്കുന്ന. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഈ പസിൽസിലില്ലേ നമുക്ക് കേസസ് ആയിട്ട് വരും. അപ്പോൾ 1 കേസ് 2 കേസ് 3 കേസ് 4 കേസായിട്ടൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എവിടെ ചെയ്യാം? ഇവിടെ ഒരു കേസ് ചെയ്യുക, ഇവിടെ വേറൊരു കേസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു പോകാം. അതിനാണ് ഞാനിത് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇതിൽ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ FBD ഉള്ളത് ചിലപ്പോൾ അതാണ് ഇവിടെ വരാം, എവിടെ വേണമെങ്കിലും വരാമല്ലോ. അതുപോലെ തന്നെയാണ് AECൻ്റെ എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക? നോക്ക്, ഇവിടെ ഡി എന്നുള്ള റൈറ്റ് എൻഡിലാണ്. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തൂടെ? ഡി എന്നുള്ളത് റൈറ്റ് എൻഡിലാണെന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇനി നോക്ക്, FBD ഓർ DBF. ഇവിടെ നോക്ക്, DBF നമുക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ? ഡി ഇവിടെയുള്ള BF ഇവിടെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് DBF എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല. DBF എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. FBD എന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് വരിക? ഡി ഇവിടെ ഉണ്ട്, ബി ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്. ഇനിയിപ്പം ഒരു ഡൗട്ട് വരും, ഡി സെലക്ട് ചെയ്തതിന് ഡി എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വരിക എന്ന് ഉറപ്പായതെന്ന്. നമുക്ക് ഇവിടെ ഡീനെ കണക്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? ആകെയുള്ളത് ഇതാ, ഈ എ എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് എഴുതി വെക്കുക. FBD എന്നുള്ളത് എന്താണ്? ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഡീൻ്റെ തൊട്ടപ്പുറത്ത് ബി ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് എഫ് ഉണ്ട്. അപ്പോൾ എന്താണ്? 3 എണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 3 എണ്ണം അല്ലേ നോക്കേണ്ടത്. അപ്പോൾ എന്താണ്? ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്? ഡീൻ്റെ അടുത്ത് സി അല്ലാന്ന്, അതെന്തായാലും വരില്ല ഉറപ്പാണല്ലോ, കാരണം ഇവിടെ ബി വന്നല്ലോ, അതും പോട്ടെ. ഇനി എന്താണ്? എൻ്റെ അടുത്ത് എഫ് അല്ല ഡി അല്ല എന്ന്. അപ്പോൾ ഡീൻ്റെ അടുത്ത് എന്തായാലും ഇവിടെ വരില്ല. അപ്പോൾ എന്താണ്? എ ഇവിടെ വരില്ല. കാരണം എന്താ? എ എഫിൻ്റെ അടുത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ഇവിടെ വരില്ല. പിന്നെ ഏതാണുള്ളത്? അപ്പോൾ എ ഇവിടെ വരില്ല എന്നാണെങ്കിൽ സപ്പോസ് ഇതാണ് നോക്കേണ്ടത്. ഈ CEA ആണ് നമുക്ക് ഇവിടെ വരുന്നതെന്നുള്ള ഒരു അസ്യൂം ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? CEA. അപ്പോൾ ഇവിടെ എ എന്തായി? എഫിൻ്റെ അടുത്തായി. നോക്കണേ, CEA എന്നുള്ള എന്താണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എ എഫിൻ്റെ അടുത്തായി. അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തുക? ഇതെന്തായാലും എന്താണ്? പോസിബിൾ അല്ല. പിന്നെന്താണ്? AEC എന്നുള്ളത് പോസിബിൾ ആവുള്ളൂ എന്ന്. അപ്പോൾ അതെങ്ങനെ അടയാളപ്പെടുത്തുക? AEC. അപ്പോൾ എന്തായി? ഇതും നമ്മൾ നോക്കി, ഇതും നമ്മൾ നോക്കി. എന്തായി? നമുക്കിതാ 6 എണ്ണം ഫില്ല് ചെയ്തിട്ടില്ലേ? അപ്പോൾ എന്താണ് ആകെ ചെയ്തത്? ആദ്യം ഡീനെ വെച്ച്
അതെന്തുകൊണ്ടാണ് ഡീനെ വെച്ചാൽ ഡി എൻഡിലാണെന്ന് പറഞ്ഞതിനെക്കൊണ്ട്. പിന്നെ ഡീനെ കണക്ട് ചെയ്യുന്നത് ആകെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ വെക്കാൻ പറ്റും, 2 പോസിബിലിറ്റികൾ പറഞ്ഞിട്ടുണ്ട്, 2 വെക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ CE എന്നുള്ള വെക്കാൻ പറ്റുകയാണെങ്കിൽ എയും എഫും ഒരിക്കലും എന്താണ് അടുത്തടുത്ത് വരില്ല, നോട്ട് ബി സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റില്ല, ആദ്യത്തെ മാത്രമേ പോസിബിൾ ആവുള്ളൂ പറഞ്ഞ് AEC വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് പസിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ആകെ എന്താണ് ചെയ്തത്, നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും ഹിൻറ്റുകളാക്കി എഴുതി വെച്ച് അതിൽ നിന്ന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് കണക്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പം ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയ അറേഞ്ച്മെൻറ്റാണ് മേലെ എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് C വിത്ത് റെസ്പെക്റ്റ് ടു D എന്നാണ്. സീനെ വെച്ച് നോക്കുമ്പോൾ ഡീൻ്റെ പൊസിഷൻ എവിടെയാണെന്ന്. അപ്പോൾ C ഇവിടെയാണുള്ളത്, D എവിടെയാണുള്ളത്. ഇപ്പോൾ സീനെ വെച്ച് നോക്കുമ്പോൾ ഡീൻ്റെ പൊസിഷൻ എത്രയാണ്, 3rd ടു ദ റൈറ്റ് അല്ലേ, 1 2 3 3rd ടു ദ റൈറ്റ് എന്ന് വരും, 3rd റൈറ്റ്. അപ്പോൾ എന്താണ് സീനെ വെച്ച് നോക്കുമ്പോൾ ഡീൻ്റെ പൊസിഷൻ 3rd ടു ദ റൈറ്റ്. അടുത്ത് ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ E ആൻഡ് C. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചാൽ ഈൻ്റെയും സീൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട്, രണ്ടാളും തൊട്ടടുത്തല്ലേ, അങ്ങനെ ആരെങ്കിലും അതിൻ്റെ ഇടയിലുണ്ടാവും, ഇല്ല, 0 ആണ് വരിക. ഇനി ഹൂ സിറ്റ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് D. ഡീൻ്റെ ഇമീഡിയറ്റ് റൈറ്റിൽ ആരാന്ന് നോക്ക്, B ആണോ, അല്ല അത് ഇമീഡിയറ്റ് ലെഫ്റ്റാ. റൈറ്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കാ, അവിടെ ആരെങ്കിലും ഉണ്ടോ, നോ 1. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക, നോ 1 എന്നായിരിക്കും വരിക. അടുത്തത് ഫൈൻഡ് ദ ഓഡ് 1 ഔട്ട്. അത് നമുക്ക് ചെയ്യാം, അതിന് മുന്നേ അടുത്തത് ചെയ്യാം. ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോ. ആരാ മിഡിലുള്ളതെന്ന്, 1 2 3 4 5 6 ഈവൺ നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും മിഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല. എന്തുകൊണ്ടാണ്, ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടെങ്കിലല്ലേ മിഡിൽ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടുത്തെ മിഡിൽ ഏതൊക്കെയായിരിക്കും വരിക, CU F ആയിട്ടായിരിക്കും വരിക. എന്തുകൊണ്ടാണ്, അതിൻ്റെ 2 സൈഡിലും 2 എലമെൻറ്റ്സ് ഉണ്ട്, ഇവിടെ Aയും Eയും ഉണ്ട്, ഇവിടെ Bയും Dയും ഉണ്ട്. ഇപ്പോൾ Cയും Fും ആണ് മിഡിലായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക, ഒന്നെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഐദർ C ഓർ F എന്നായിരിക്കും വരിക, ഐദർ C ഓർ F എന്നായിരിക്കും വരിക. എന്താണ് നമ്മൾ ഓപ്ഷൻസിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൽ മാർക്ക് ചെയ്യേണ്ടി വരിക. അധികം എന്താണ് ഐദർ C ഓർ F എന്നുള്ള ഓപ്ഷനായിരിക്കും വരിക. അപ്പോൾ എന്താണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഫൈൻഡ് ദ ഓഡ് 1 ഔട്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, Aയും Cയും ഉണ്ട്, Aയും C ഇതാ നമ്മൾ വേറെ ഇങ്ക് എടുക്കാം. അപ്പോൾ Aയും Cയും ഉണ്ട്, ഇതാ ഇവിടെ Aയും Cയും ഉണ്ട്, പിന്നെ ഏതാണ് Fഉം Dയും ഉണ്ട്, Fഉം Dയും ഉണ്ട്. ഇതിൻ്റെ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താ, നടുക്ക് ഇതാ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്, ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്, ഇവിടെ നടുക്കൊരു ഒരു ഗ്യാപ്പ് ഉണ്ട്, E ഉണ്ട്, ഇവിടെ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ Aയും Cയും നോക്കി, Fഉം Dയും നോക്കി. അടുത്ത Cയും Bയും, ഇവിടെ എന്താണ് നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്, F എന്നുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് Cയും Bയും നോക്കി. അടുത്ത Cയും Fഉം, ഇവിടെ നോക്ക്, ഇവിടെ നടുക്ക് ഗ്യാപ്പ് ഉണ്ടോ, അപ്പോൾ ഏതായിരിക്കും, CF ആയിരിക്കില്ലേ വരിക. അടുത്ത ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ, അടുത്ത എലമെൻറ്റ് നോക്കേണ്ട ആവശ്യമുണ്ടോ, കാരണം എന്താണ് ഈ നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ 3 കോമ്പിനേഷൻ നോക്കിയപ്പോൾ അതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്, 4മത്തേൽ എന്താണ് അതിൻ്റെ നടുക്കൊരു ഗ്യാപ്പില്ലാന്ന് പറഞ്ഞത്. എന്നാലും അടുത്തൊന്ന് നോക്കിക്കളയാം, Eയും Fഉം എവിടെയാണുള്ളത്, ഇതവിടെ ഉണ്ട്, F ഇവിടെ ഉണ്ട്, നടുക്ക് C എന്നുള്ളൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതുമല്ല, അപ്പോൾ CF നമ്മൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യത്തെ പസിൽ സോൾവ് ചെയ്തിട്ടുണ്ട്, 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സിമ്പിളല്ലേ സാധനം. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്തെന്താണ് കുറച്ചുകൂടി കുറച്ച് അതിനേക്കാൾ കുറച്ച് ഹൈ ലെവലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദർ ആർ 5 houses PQRST built in a straight line but not necessary in order. P is right of Q and T is left of R and R is right of P and Q is right of S. ഇതിൽ 3rd ടു ദ റൈറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടു ദ ലെഫ്റ്റ്, ഇമീഡിയറ്റ് ലെഫ്റ്റ് ഇങ്ങനെയൊന്നും തന്നിട്ടില്ല. എല്ലാത്തിൻ്റെ ചിലതെന്താണ് റൈറ്റിലാണ്, ലെഫ്റ്റിലാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുക, ഓരോന്നെടുത്ത് നോക്കുക. P is right of Q, എങ്ങനെ എഴുതുക, Q എവിടെയാണെങ്കിൽ P എവിടേക്കാണ്, ഇവിടെയാണെന്ന് പറഞ്ഞ് ക്യൂവിൻ്റെ റൈറ്റിലേക്കാണ് P. അടുത്തത് T ഈസ് ലെഫ്റ്റ് ഓഫ് R. T ഈസ് ലെഫ്റ്റ് ഓഫ് R എന്നെങ്ങനെ എഴുതുക, T ഈസ് ലെഫ്റ്റ് ഓഫ് R എന്താണ് ആറിൻ്റെ ലെഫ്റ്റിലേക്കാണ് T, അല്ലെങ്കിൽ R ഈസ് റൈറ്റ് ഓഫ് T എന്ന്, 2 സെയിം തന്നെയല്ലേ. അടുത്തത് എന്താണ് ഇവിടെ നോക്കണേ, T ഈസ് ലെഫ്റ്റ് ഓഫ് R ആൻഡ് റൈറ്റ് ഓഫ് P എന്നാണ്. ആൻഡ് റൈറ്റ് ഓഫ് P എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക, ഈ R റൈറ്റ് ഓഫ് P എന്നാണ് വരിക, അല്ല ഏതാണ് T റൈറ്റ് ഓഫ് P എന്നാണ് വരിക. ഇപ്പം നോക്കണേ, T ഈസ് ലെഫ്റ്റ് ഓഫ് R ആൻഡ്
റൈറ്റ് ഓഫ് പി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇത്? രണ്ടും ടീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ഏതാണ് സബ്ജക്റ്റ് ഏതാണ്? ടി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ടി ഈസ് ലെഫ്റ്റ് ഓഫ് ആർ ഇതെങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക? ടി ഈസ് ലെഫ്റ്റ് ഓഫ് ആർ ആൻഡ് ടി ഈസ് റൈറ്റ് ഓഫ് പി എന്നാണ് വരിക. ടി ഈസ് റൈറ്റ് ഓഫ് പി എന്ന് എങ്ങനെ എഴുതുക? ടി ഈസ് റൈറ്റ് ഓഫ് പി. റെഡി? ഇങ്ങനെയല്ല എഴുതുക. അടുത്തത് എന്താണ്? ക്യൂ ഈസ് റൈറ്റ് ഓഫ് എസ്. ക്യൂ ഈസ് റൈറ്റ് ഓഫ് എസ്. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നോക്ക്, ക്യൂ ഉണ്ട്, പി ഉണ്ട്, പിന്നെ പി ഉണ്ട്, ടി ഉണ്ട്. നോക്ക്, ആദ്യത്തേൽ ക്യൂ ഉണ്ട്, പി ഉണ്ട്, പി ഉണ്ട്, ടി ഉണ്ട്. ഇപ്പോൾ ക്യൂവിൻ്റെ റൈറ്റിൽ പി, പിൻ്റെ റൈറ്റിൽ ടി. അതെങ്ങനെയായിരിക്കും? നമ്മൾ ഇതിനെ രണ്ടിനെ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ എങ്ങനെ എഴുതി? പിൻ്റെ റൈറ്റിൽ ടി ആണെന്ന് എഴുതി. പിന്നെ എന്താണ്? ഇതും കൂടി കമ്പയർ ചെയ്ത് നോക്ക്. ഇതാ ടീൻ്റെ റൈറ്റിൽ ആറാന്ന് എഴുതി, ഇവിടെ എഴുതി. ഇനി അടുത്ത എന്താണ്? എസിൻ്റെ റൈറ്റിലാണ് ക്യൂ, ഇവിടെ അല്ലേ ക്യൂ ഉള്ളത്. അപ്പോൾ എസ് എവിടേക്കും വരിക? ഇവിടേക്കും വരിക. നോക്ക്, ഇതാ വന്ന്. അപ്പോൾ നമ്മൾ ആകെ എന്താ ചെയ്ത്? ഓരോന്നായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഹിൻഡാക്കി എഴുതി. അത് എന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത്. ഇവിടെ നോക്കുമ്പോൾ ക്യൂവും പിയും, ഇവിടെ പിയും ടിയും അതിനുള്ളത്. അപ്പോൾ എന്തായി? പീനെ കണക്ട് ചെയ്ത് ദ ക്യൂ പി ടി എന്നാക്കി. പിന്നെ എന്താ? ഈ ടിയും ആറും ഉള്ളത് അതിനെ കണക്ട് ചെയ്തിട്ട് ക്യൂ പി ടി ആർ എന്നാക്കി. പിന്നെ എസും ക്യൂവിനെ കണക്ട് ചെയ്തിട്ട് എസ് ക്യൂ പി ടി ആർ. അപ്പോൾ നമുക്കുള്ള അറേഞ്ച്മെൻറ്റ് ഏതാണ്? ദ എസ് ക്യൂ പി ടി ആർ. ഇതാണ് അറേഞ്ച്മെൻറ്റ്. സിമ്പിളായിട്ട് കഴിയില്ലേ? ചിലപ്പോൾ കൂടിപ്പോയത് വരെ എന്താണ് 30 സെക്കൻഡ്, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ എന്താണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താണ്? ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് കിട്ടിയ അറേഞ്ച്മെൻ്റ് ആണ് എസ് ക്യൂ പി ടി ആർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സ്ലൈഡിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ക്യൂ? എസ് എവിടെയാണുള്ളത്? ക്യൂ എവിടെയാണുള്ളത്? അപ്പോൾ എന്തായിരിക്കും പൊസിഷൻ? ക്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ഇമീഡിയറ്റ് ലെഫ്റ്റ് എന്നായിരിക്കും വരിക. ഇമീഡിയറ്റ് ലെഫ്റ്റ്. അടുത്തെന്താണ്? ഹൗ മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ പി ആൻഡ് ആർ? പിൻ്റെ ആറിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട്? ടി എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണ്? 1 എന്ന് വരും. റെഡി? ഇനി ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ്? ഇതിലേതാണ് എക്സ്ട്രീം റൈറ്റ് എൻഡ് ലെഫ്റ്റ് എൻഡ്? ഇവിടെ ലെഫ്റ്റ് എൻഡ്, ഇവിടെ റൈറ്റ് എൻഡ്. ഇനിയിപ്പോൾ ഇതെന്താണ്? നോർത്തിലേക്ക് ഫേസ് ചെയ്തവരെ കൊണ്ടാണ് ലെഫ്റ്റും റൈറ്റും. ഇനിയിപ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് എൻഡ് റൈറ്റ് എൻഡ് ഏതായിരിക്കും? ഇവിടെ തന്നെ ആയിരിക്കും. ലെഫ്റ്റ് എൻഡ്, ഇവിടെ റൈറ്റ് എൻഡ്. കൺഫ്യൂഷൻ ആവേണ്ട, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് അടുത്ത? ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് എക്സ്ട്രീം റൈറ്റ് എൻഡ് ഏതാണ്? ആറായിരിക്കും. റൈറ്റ് എൻഡിലുള്ള ആറാണ്. അടുത്തത് ഇഫ് പി ആൻഡ് ആർ ഇൻ്റർചേഞ്ചസ് ദെയർ പൊസിഷൻ ഹൂ വിൽ ബി ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി? ഇതാ ഇവിടുത്തെ ഈ പിയും ഈ ആറും എന്താണ്? ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഇവിടെ പിക്ക് വരെ ഇവിടെ ആറായി, ഇവിടെ ആറിന് വരെ ഇവിടെ പി ആയി. അപ്പോൾ എന്താണ്? അതാദ്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. then ഹൂ വിൽ ബി ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി? ഇതിൻ്റെ ഈ പിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാന്ന് നോക്കുക. ഈ പിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ആൻസർ വരിക? നോ വൺ. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ? പിയും ആറും എന്താണ്? ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പിൻ്റെ പുതിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ പഴയ പൊസിഷനല്ലേ, അതിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാന്ന്? ആരുമില്ലല്ലോ. അപ്പോൾ എന്തായി? നോ വൺ എന്നാക്കി. അപ്പോൾ എന്താണ്? നമ്മൾ 2 പാസിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 3 കൂടി ഉണ്ട്. ആ 3 കൂടി അടുത്ത പാസിൽ ഏതാണെന്ന് നോക്കാം. കുറച്ചും കൂടി ഹയർ ലെവലായിരിക്കും. ഏകദേശം ഈ ലെവലാണ് നമ്മൾ അധിക പ്രിലിംസിലും കാണാറുള്ളത്. 1 മുതൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 പേരാണുള്ളത്. പിന്നെന്താണ്? 8 പേര് ആർ സിറ്റിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫേസിങ് സൗത്ത്. എന്താണ്? സൗത്തിലേക്കാണ് നോക്കുന്നത്. ഇതുവരെ നോർത്തിലേക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 നോക്കിയത്. അടുത്തെന്താണ്? ആർ സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. പിന്നെ ടി സിറ്റ് ഫിഫ്ത്ത് ടു റൈറ്റ് ഓഫ് ആർ. ഇതൊക്കെ എന്താണ്? അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ എന്താണ്? സൗത്തിലേക്കാണ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? ആർ സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. എങ്ങനെയാണ്? ആറ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. ഇനി എന്താണ്? ടി ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് ആർ. അത് നമ്മൾ വേറെ ആക്കി എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ തന്നെ എഴുതിയാൽ പോരെ. നമുക്ക് ഇവിടെ എന്താണ്? ആറ് സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്താണ്? ടി സിറ്റ് ഫിഫ്ത്ത് ടു റൈറ്റ് ഓഫ് ആർ. ഇവിടെ തന്നെ അങ്ങനെ അടയാളപ്പെടുത്തിയാൽ പോരെ. നമുക്ക് 3 4 5 അപ്പോൾ എന്താണ് നമ്മൾ ചെയ്ത്? ആറിൻ്റെ ഫിഫ്ത്ത് റൈറ്റ് ആണ് ടി എന്നുള്ളതാണ് ചെയ്തത്. ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്, ഫോർത്ത് റൈറ്റ്, ഫിഫ്ത്ത് റൈറ്റ്. എന്താണ്? 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ല, 2 എന്താണ് ഹിൻ്റായിട്ട് ചെയ്യുന്നതിന് പകരം 2 കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്തതേ ഉള്ളൂ. ഇനി എന്താണ് പറയുന്നത്? ബട്ട് നൈദർ ഓഫ് ദം സിറ്റ് അറ്റ് എക്സ്ട്രീമെൻറ്റ്. നൈദർ ഓഫ് ദം എക്സ്ട്രീമെൻറ്റ്. രണ്ടും എന്താണ്? എക്സ്ട്രീമെൻറ്റിലല്ല. ഏതാണ് ആ രണ്ടും? ഏതൊക്കെയാണ്? ടിയും ഈ
ഈ ആറുമാണ് ആ രണ്ടും എന്ന് പറഞ്ഞത്. ആറും ടി എന്താണ് എൻഡിലല്ലാന്ന്. അപ്പോൾ എൻഡിലല്ലെങ്കിൽ എങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്? ഇതാ ഇവിടെ ഒരു സ്റ്റെപ്പും വരാം, ഇവിടെ ഒരു സ്റ്റെപ്പും വരാം, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു സ്റ്റെപ്പും വന്ന് ഇവിടെ ഒരു സ്റ്റെപ്പും വന്ന് ആകെ എത്രയാണ്? 8 എന്നാണ് പറഞ്ഞത്. നോക്ക് 1 2 3 4 5 6 7 8 8ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇനി അപ്പുറത്തപ്പുറത്ത് എന്താണ് സീറ്റ് വരാൻ ചാൻസ് ഉണ്ടോ? ലെഫ്റ്റ് സൈഡിലേക്ക് ഇനി റൈറ്റ് സൈഡിലേക്ക് സീറ്റ് വരാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? 8 സ്റ്റെപ്പായിട്ടുണ്ട്, 8 സീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നൈദർ ഓഫ് ദം സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ് എന്ന് വെച്ചാൽ എക്സ്ട്രീം എൻഡിൽ ഇവർ രണ്ടാളും എന്തായാലും സിറ്റ് ചെയ്യില്ല. അവരുടെ എന്താണ് ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ എന്താണ് ഒരാൾ എന്തായാലും ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് അടുത്തത്? ക്യൂ ആൻഡ് എസ് ആർ ഇമീഡിയറ്റ് നൈബർ ഓഫ് ഈച്ച് അതർ. ക്യൂവും എസും ഇമീഡിയറ്റ് നൈബർ ഓഫ് ഈച്ച് അതർ. അതെങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ഇങ്ങനെ ഒരു 2 കുത്തിട്ടാൽ മതി തൽക്കാലം. ക്യൂ എസും ഇമീഡിയറ്റ് നൈബർ ഓഫ് ഈച്ച് അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ എസും ഇങ്ങനെ തന്നെ വരണമെന്നോ, അല്ലെങ്കിൽ എസ് ക്യൂ ആയിട്ടും വരാം. എന്താണ് ഒന്നുകിൽ ക്യൂ എസ് അല്ലെങ്കിൽ എസ് ക്യൂ, രണ്ടും എന്താണ് 2 പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തെന്താണ്? ഡബ്ല്യു ഡസ് നോട്ട് സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ്. ഡബ്ല്യു എന്താണെന്ന് പറയുന്നത്? നോട്ട് അറ്റ് എൻഡിൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡബ്ല്യു എൻഡ് അല്ല എന്ന്. അടുത്തെന്താണ്? എസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ആർ എന്നാണുള്ളത്. ഇവിടെ ആർ ഉണ്ടല്ലോ, അതിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റ് എസ് ആണെന്ന്. എസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ്? എസ് ക്യൂ അപ്പോൾ വരുമോ? ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് ക്യൂ വരുമോ? കാരണം എന്താ? എസ് പി, എസിൻ്റെ റൈറ്റ് സൈഡിൽ പി ഉണ്ട്. അപ്പോൾ എസ് ക്യൂ എവിടേക്കും വരിക? ഇവിടെ അല്ലേ വരുള്ളൂ, ലെഫ്റ്റ് സൈഡിലല്ലേ വരുള്ളൂ. അപ്പോൾ ഇത് എന്താണ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്? ഡബ്ല്യു എൻഡിലല്ലാന്ന്. ഡബ്ല്യു എൻഡിലല്ലെങ്കിൽ എവിടേക്കും വരിക? ഡബ്ല്യു ഇതാ 2 എൻഡിലുള്ളൂ, ഇവിടെ 2 എൻഡിലുള്ളൂ. അപ്പോൾ ഡബ്ല്യു എൻഡിലല്ലെങ്കിൽ ഡബ്ല്യു ഇതാ ഇവിടെ വരും. പിന്നെ ഏതാണ് ബാക്കിയുള്ളത്? ബാക്കിയുള്ളതാ നോക്ക്, ഇവിടെ 6 നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യൂ ഫില്ല് ചെയ്തിട്ടുണ്ട്, എസ് ഫില്ല് ചെയ്ത്, പി ഫില്ല് ചെയ്ത്, പിന്നെ ഡബ്ല്യു ടിയും ഫില്ല് ചെയ്ത്. ഇനി ഏതാ? യുവും വിയും ഉള്ളത്. അപ്പോൾ യുവും വിയും ഇവിടെ രണ്ട് എന്താണ് സീറ്റുകളുണ്ട്, യുവും വിയും ഉണ്ട്. ഇപ്പോൾ എവിടെയാണ് കൊടുക്കാൻ പറ്റുക? നമുക്ക് എന്താണ് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇപ്പം വേറെ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും യുവിനെ കുറിച്ചോ വിനെ കുറിച്ചോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ? യു ഓർ വി. ഇവിടെയോ? വി ഓർ യു. യു ഇവിടെയാണെങ്കിൽ ഇവിടെ വി വരും. ഇവിടെയോ? ഇവിടെയാണ് യു എങ്കിൽ അവിടെ വി വരും. അപ്പോൾ എന്താണ് രണ്ടായാലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിത് ഫില്ല് ചെയ്തത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യുവർ വി ടി ഡബ്ല്യു പി എസ് ക്യു ആർ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഹിൻഡിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഇവിടെ ഫേസിങ് സൗത്ത് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്ത് എന്താണ് ഫേസിങ് നോർത്ത് എന്നുള്ള രീതിയിലല്ലേ സോൾവ് ചെയ്തത്. അതെങ്ങനെയാണ് നോർത്ത് എന്നുള്ള രീതിയിൽ സോൾവ് ചെയ്താൽ? നോക്ക് 6 സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി എന്ന് പറയുമ്പോൾ പീൻ്റെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന. ഇനിയിപ്പോൾ ഇത് സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാക്കണം. അതെങ്ങനെയാക്കുക? ഇതിന് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാൽ പോരെ. നോക്ക് നോർത്തിലേക്ക് ഇങ്ങനെയാണ് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നത്. നോർത്തിലേക്ക് ഇങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സൗത്തിലേക്കുള്ളത് എങ്ങനെയായിരിക്കും? ഇതിന് ഈ സൈഡിലുള്ള ഇവിടെ കൊണ്ട് എഴുതിയാൽ പോരെ. ഈ സൈഡിലെ ഇവിടെ കൊണ്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും അറേഞ്ച്മെൻറ്റ് വരിക? ഇവിടെ എന്തായാലും വി ഓർ യു തന്നെയാണ് വരിക, ഇവിടെയും വി ഓർ യു ആണ് വരിക. പിന്നെ എന്താണ് വ്യത്യാസം ഉണ്ടാകുക? ഈ ടീനെ എവിടെ എഴുതണം? ഈ ടീനെ എവിടെ എഴുതണം? ഈ ഡബ്ല്യുവിനെ എന്താക്കണം? ഇവിടെ എഴുതണം. പിന്നെ പി ഇവിടെ എഴുതണം, എസ് ക്യു ആർ. ഇവിടെ നമ്മൾ എന്താണ് 8 എണ്ണം വരച്ചിട്ടില്ല. 3 3 6 7 8. ഇതെന്താണ് സൗത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ടി ഡബ്ല്യു, പിന്നെന്താണ് പി ഉണ്ട്, പിന്നെന്താണ് എസ് ഉണ്ട്, പിന്നെ ക്യൂ ആർ. അപ്പോൾ എന്താണ് നമ്മളെന്താണ് നോർമൽ രീതിയിൽ നോർത്തിലേക്ക് എന്നുള്ള രീതിയിൽ എന്താണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്ത് സൗത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് എഴുതി വെച്ച് അതേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് സൗത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് എഴുതി വെച്ച്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ട എന്താണ് പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പസിൽ ഇതാണ്. വി ഓർ യു ടി ഡബ്ല്യു പി എസ് ക്യു ആർ വി ഓർ യു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. നോർത്തിലേക്കുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് അതിനെ നേരെ മിറർ ഇമേജ് എന്നൊക്കെ പറയല്ലേ, മിറർ ഇമേജ് പോലെ ചെയ്ത് വെച്ച്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക? അതിന് മുന്നേ നമ്മളിപ്പോൾ ചെയ്തത് ചെറിയൊരു ബോക്സിൽ പോലെ എഴുതി വെച്ച് വി ഓർ യു ടി ഡബ്ല്യു പി എസ് ക്യു ആർ യു വി. ഇതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഒക്കെ എന്താണ് താഴോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സപ്പോസ് പീൻ്റെ ലെഫ്റ്റ് എവിടെയായിരിക്കും ഉണ്ടാകുക? അത് ഡബ്ല്യു ആയിരിക്കും. സോറി, പീൻ്റെ ലെഫ്റ്റ് എസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്?
അതിൻ്റെ നേരെ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എന്താണ് അത് എസ് ആയിട്ടേക്കും വരിക. പീൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എസ്, പീൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു. അപ്പോൾ എന്താണ് സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇഫ് യു സിറ്റ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് അറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ വി ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ എന്താണ് യു എന്താണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു ഡൗട്ട് വരും, സൗത്തിലല്ലേ ഫേസ് ചെയ്യുന്നത്, അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് അതായിരിക്കില്ലേ എന്നുള്ള ഡൗട്ട് വരും. അങ്ങനെയല്ല വരിക. എന്തുകൊണ്ടാണ്? ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ എഴുതാണെങ്കിൽ പേപ്പറിൻ്റെ നമ്മളെ ഇടത്തെ കൈ വരുന്ന ഭാഗമാണ് ലെഫ്റ്റ് ഹാൻഡ്. ഇവിടെ ഇതാണ് ലെഫ്റ്റ്. അതിപ്പോൾ സൗത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലെഫ്റ്റ് ഇവിടെ ആയിരിക്കും റൈറ്റ്. അപ്പോൾ ഇതാണ് റൈറ്റ്. അപ്പോൾ യു എന്താണെന്നാ ലെഫ്റ്റ് ഹാൻഡിൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത്? യു ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ യു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും? ഇവിടെ വി ആയിരിക്കും വരിക. ഇവിടെ യു ആണെങ്കിൽ ഇവിടെ ഈ വി ആയിരിക്കും വരിക. അതെന്തുകൊണ്ടാണ്? രണ്ടിലും നമുക്ക് എന്താണ് പിന്നെ ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിലെ ക്വസ്റ്റ്യനിലെ കണ്ടീഷനിൽ യു ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് വി ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്? എത്രാമത്തെ ആയിരിക്കും? 8ാമത്തല്ലേ? ആകെ 8 ആണുള്ളത്. അതിൽ നിന്ന് വി അവിടെയാണെങ്കിൽ എന്തായിരിക്കും? അത് 8ാമത്തെ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ വരിക? 8th എന്നല്ലേ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഈ വിൻ്റെയും യുവിൻ്റെയും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതില്ല. അതുകൊണ്ട് അതെന്തായി വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൗ മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ എസ് ആൻഡ് യു? എസിൻ്റെയും യുവിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന്. എസിൻ്റെയും യു, സപ്പോസ് ഇവിടെയാണ് യു എങ്കിലോ എസിൻ്റെയും യുവിൻ്റെ ഇടയിൽ 2 ആൾക്കാരുണ്ടാവും. സപ്പോസ് ഇവിടെയാണ് യു എങ്കിലോ 3 ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെയും വരാം യു, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് 2, 3 ആണുള്ളത്. അപ്പോൾ എന്തൊക്കെയാ ആൻസർ എന്താണ്? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാ ആൻസർ വരിക? കനോട്ട് ഡിറ്റർമൈൻഡ് എന്നല്ലേ വരിക. കനോട്ട് ഡിറ്റർമൈൻഡ് എന്നായിരിക്കും വരിക. എന്തുകൊണ്ടാണ്? രണ്ടും എന്താണ് എവിടെയാണ് യുവിന് പൊസിഷൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് എന്താണ് യു ഇവിടെയാണ് പക്ഷേ യു തൽക്കാലം എവിടെ വരുമ്പോൾ 2 ആണ്. യു ഇവിടെ വരികയാണെങ്കിൽ 2 ആണ് ഗ്യാപ്പെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? 2 എന്നായിരിക്കും വരിക. കനോട്ട് ഡിറ്റർമൈൻഡ് എന്നല്ല വരിക. കാരണം എന്താണ് എങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും യുവിൻ്റെയും എസിൻ്റെ ഇടയിൽ 2 എന്ന് വരികയാണെങ്കിൽ ഇവിടെ എന്താണ് 2, 3 വന്നതിനെ കൊണ്ടാണ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് വന്നത്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൂ സിറ്റ് ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ എന്നാ. 6 എവിടെയാണുള്ളത്? 6. അതിൻ്റെ റൈറ്റ് ഏതാണ്? യുവർ വി എന്നാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇതെന്താണ് 6 സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ റൈറ്റ് ഏതായിരിക്കും? അപ്പോൾ ക്യൂ ആയിരിക്കും വരിക. ആൻസർ എന്തായിരിക്കും വരിക? ക്യൂ എന്നാണ് വരിക. ചില ആൾക്കാരെന്താണ് ചില ആൾക്കാരല്ല നമ്മൾ യുവർ വി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റി പോകും. ചിലപ്പോൾ എന്താണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. എന്താണ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ ഐദർ യുവർ വി എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആൻസർ എന്താണ്? ഇവിടെ ക്യൂ ആണ് വന്നത്. എന്തുകൊണ്ടാണ് വന്നത്? എന്താണ് 6 സൗത്തിലേക്കാണ് ഫേസ് ചെയ്തത്. ഇനി അടുത്തെന്താണ് ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ വി ആൻഡ് യു? വിൻ്റെ യുവിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുള്ളത്? അതും കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ വി ഇവിടെ ആണെങ്കിൽ ഇവിടെ യു, ഇവിടെ യു ആണെങ്കിൽ ഇവിടെ വി, അങ്ങനെ എന്താണ് മാറി വരാം. പക്ഷേ അതിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടാകുക? ടോട്ടൽ എന്താണ് 8 ആൾക്കാരാണുള്ളത്. അപ്പോൾ എൻഡിൽ 2 ആളുണ്ടെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ആൻസർ വരിക? 6 എന്നാണ് വരിക. ഇനി ഹൗ മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ഇതിൻ്റെ ആൻസറാണ് 6 എന്ന് വരിക. അപ്പോൾ ഇതിൻ്റെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കനോട്ട് ബി ഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ ഐദർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹൂ സിറ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ റോ? ആരൊക്കെയാണ് എൻഡിൽ ഇരിക്കുന്നത്? വി യു എന്താണ് ബോത്ത് വി ആൻഡ് യു എന്നൊക്കെ ആൻസർ വരിക. റെഡി? അപ്പോൾ എന്താണ് നമ്മൾ 3 പസിൽ ചെയ്തിട്ടുണ്ട്. ഇനി 2 പസിലും കൂടിയാണല്ലേ. എന്താണ് ലീനിയർ അറേഞ്ച്മെൻറ്റുകൾ യൂണി ഡയറക്ഷനിൽ 5 പസിലാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇനി 2 പസിലും കൂടിയുണ്ട്. അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എന്താണ് അടുത്ത പസിലാണ്. ഇതിൽ എന്താണ് 9 പീപ്പിൾ 9 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈനാണ്, നോർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർത്താനും കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ചെയ്യുകയാണെങ്കിൽ ബി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ബി ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ജി എന്നാണുള്ളത്. അടുത്ത എഫ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് സി. എങ്ങനെയാ? എഫ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് സി. അടുത്തതോ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. ഏതാണ്? ആൻഡ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ എന്ന് പറയുമ്പോൾ ഏതാണ്? എഫ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ എന്നാ. അതെങ്ങനെ അടയാളപ്പെടുത്തുക? എഫ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ എന്നുള്ളത് എങ്ങനെയല്ലേ? എങ്ങനെയാണ്? അടുത്തെന്താണ്? കെ ഈസ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എ എന്നാണ് പറയുന്നത്. കെ എന്താണ്? എൻ്റെ ഫിഫ്ത്ത് ടു ദ റൈറ്റ്. അതെങ്ങനെയാ? 1, 2, 3, 4, 5. ഏതാണ്? കെ ഈസ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എ. ഇവിടെയാണ് വരിക. നോക്ക്, ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്, ഫോർത്ത് റൈറ്റ്, ഫിഫ്ത്ത് റൈറ്റ്, അങ്ങനെയല്ലേ? അടുത്തെന്താണ്? ഡി ഈസ് നോട്ട് എൻ ഇമീഡിയറ്റ് നൈബർ ഓഫ് കെയിൻ്റെയോ ബിയിൻ്റെയോ
എന്താണ് ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല ഏത് ഡി എന്നുള്ളത്. കെ ഓർ ബീൻ്റെ നൈബർ അല്ല ഏത് ഡി എന്നുള്ളത്, അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തെന്താണ് ദർ ആർ ഓൺലി 3% ബിറ്റ്വീൻ ജെ ആൻഡ് എ എന്നാണുള്ളത്. ജെയിൻ്റെയും എൻ്റെ ഇടയിൽ എത്രയാണെന്ന് പറഞ്ഞാൽ 3. ഇങ്ങനെയാണ് എഴുതുക. ജെയിൻ്റെയും എൻ്റെ ഇടയിൽ 3% എന്നുള്ളത് ഒന്നെങ്കിൽ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ എന്താണ് A3J എന്നാണ് വരിക. 2 പോസിബിലിറ്റി ഉണ്ടല്ലോ, ഏതാണ് ലെഫ്റ്റ് ഏതാണ് റൈറ്റ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഒന്നെങ്കിൽ J3A അല്ലെങ്കിൽ A3J എന്നായിരിക്കും വരിക. അടുത്തെന്താണ് G ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് സി എന്നാണ് പറയുന്നത്. ഏതാണ് G ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് സി. സി ഇവിടെ ഉണ്ട്, അപ്പോൾ എന്താണ് ജി ഇവിടെയാണെന്ന് എഴുതി. അപ്പോൾ ജി ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും ബി എവിടെയാണ് വരിക, 3 എണ്ണം കഴിച്ചിട്ട് ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം കഴിച്ചിട്ട് ബി ഇവിടെ വരും. അപ്പോൾ എന്താണ് ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ 9 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എത്ര ആൾക്കാരായി 1 2 3 4 5 6 7 8 9 റെഡിയായില്ലേ? 9 ആയിട്ടുണ്ട്. ഇനി എന്താണ് ഫില്ല് ചെയ്യാനുള്ളത് J3A അല്ലെങ്കിൽ A3J. എന്ന് 3 എണ്ണം വരച്ച് കഴിഞ്ഞിട്ട് എവിടെ വരിക, 1 2 3 ഇവിടെ വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ 9 സീറ്റ് എന്തായാലും ഓൾറെഡി എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ജെ വരാൻ ചാൻസ് ഉള്ളത്? 1 2 3 ഇവിടെയല്ലേ ജെ വരുള്ളൂ. എന്തുകൊണ്ടാണ് വന്നത്? ആകെ എൻ്റെയും ജെയിൻ്റെ ഇടയിൽ 3 ആൾക്കാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് സീറ്റില്ല, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മാത്രമേ സീറ്റുള്ളൂ. അപ്പോൾ എന്താണ് ജെ ഇവിടെയാണെന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമേ നോക്കാറുള്ളൂ. കെ ഓർ ബി എന്താണ് ഡീൻ്റെ അടുത്തല്ലാന്ന്. നോക്ക് ഇവിടെ ഡി വരുമോ? നോക്കുകയാണെങ്കിൽ കെ ഓർ ബി എന്താണ് ഡീൻ്റെ അടുത്തല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി വരുമോ? ഞാൻ സപ്പോസ് ഇവിടെ ഡിയുടെ ആണെങ്കിൽ എന്താണ് ബീൻ്റെ അടുത്താവും ഡി. എന്താണ് ബി എന്തായാലും ഡി അവിടെ വരില്ല. പിന്നെ എന്താണ് ഇവിടെ വരികയാണെങ്കിലോ ഇവിടെ എന്തായാലും വരുന്നുണ്ടാവും. കാരണം എന്താണ് ഇവിടെ കെയോ ബിയോ അടുത്തില്ല. അപ്പോൾ എന്താണ് ഡി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു പ്ലേസ് വേക്കൻ്റ് ആയിട്ടുണ്ട്. അതാരായിരിക്കും വരിക? ഓക്കെ, ഇവിടെ സി ഉണ്ട്, ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡി അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തേതാണ് ബി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഏതാണുള്ളത് എനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഏതാണ് എഫും ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് ജീനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എച്ചിനെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെ ഏതായിരിക്കും വരിക? എച്ച് ആയിരിക്കും വരിക. അപ്പോൾ ഇതെങ്ങനെ ചെയ്തേ? നമ്മൾ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ മാത്രം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നും എടുത്തു പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിനെയും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏതാണോ അതെടുത്തിട്ട് നോക്കി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളെന്താണ് പസിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആകെ എന്താണ് ചെയ്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് ഹിൻ്റ് ആക്കിയിട്ട് അത് കണക്ട് ചെയ്ത് പോയി. ചിലപ്പോൾ നമ്മളെന്താണ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ എന്താ പെട്ടെന്ന് കണക്ട് ചെയ്യാനാവും. അല്ലാണ്ട് ഓരോന്നെടുത്ത് വെവ്വേറെ ഹിൻ്റാക്കി എഴുതേണ്ട ആവശ്യമില്ല. ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനാവും. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. നമുക്ക് കിട്ടിയ പസിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് BHCAGDFJK എന്നുള്ളതൊക്കെയാണ് പസിൽ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഇങ്ങനെയാണുള്ളത്. പസിൽ നേരത്തെ ഒന്ന് മേലെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസ് എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓപ്ഷൻസ് ഉണ്ടാവും, നമ്മളിവിടെ കൊടുത്തില്ല എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ ബി ആൻഡ് സി. എവിടെയാണെങ്കിലും ബിയും ഇവിടെ സിയും ഉണ്ട്. അപ്പോൾ എത്രയായിരിക്കും അവരുടെ ഇടയിൽ എത്ര ആളല്ലേ? ഒന്നല്ലേ? എച്ച് മാത്രമേ ഉള്ളൂ. അടുത്ത ഊസ് ഇത് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് കെ. കെൻ്റെ ഇമീഡിയറ്റ് റൈറ്റിൽ ആരാ? നോ വൺ അല്ലേ? ആരും ഇല്ലല്ലോ. കെൻ്റെ ഇമീഡിയറ്റ് റൈറ്റിലേക്ക് നോ വൺ ആണ്. അടുത്ത ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. സിൻ്റെയും ഡീൻ്റെ ഇടയിൽ ആരാണുള്ളത്? എത്ര പേരുള്ളത്? സിൻ്റെയും ഡീൻ്റെ ഇടയിൽ 2 അല്ലേ? ആൻസർ 2 ആണുള്ളത്. അടുത്ത ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റോ. ആരാണ് മിഡിലുള്ളത്? ആകെ 9 പേഴ്സൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ആരായിരിക്കും എന്ന് പറഞ്ഞാൽ 5th ആയിരിക്കും. എന്തുകൊണ്ടാണ്? 5th ആണെങ്കിൽ 4th 4 എണ്ണം ഇങ്ങോട്ടും 4 എണ്ണം അങ്ങോട്ടും. അപ്പോൾ മിഡിൽ ആരാ? 3 ജി ആയിരിക്കും. ജി ആയിരിക്കും മിഡിൽ വരിക. നോക്ക്, ജി ആണ് മിഡിൽ വരിക. ഇവിടേക്ക് 4, ഇവിടേക്ക് 4. അപ്പോൾ എന്തായിരിക്കും? ജി ആണ്. ഇനി അടുത്ത ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അതെങ്ങനെ ചെയ്യുക? അത് ചെയ്യുന്നതിന് മുന്നേ അടുത്ത് ചെയ്ത് നോക്കുക. ഇഫ് എച്ച് റിലേറ്റഡ് ടു ഡി. എങ്ങനെയാണ്? എച്ച് റിലേറ്റഡ് ടു ഡി ആൻഡ് എ റിലേറ്റഡ് ടു ജെ. ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താ? എച്ച് റിലേറ്റഡ് ടു ഡി, അതിൻ്റെ ഇടയിൽ എത്ര 3 ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ്. എന്താ എച്ച് റിലേറ്റഡ് ടു ഡി ആണെങ്കിൽ 3 ഗ്യാപ്പ് ഉണ്ട്. എ റിലേറ്റഡ് ടു ജെ ആണെങ്കിലോ അന്നേരവും 3 ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇൻ ദ സെയിം വേ ഡി റിലേറ്റഡ് ടു എത്രയായിരിക്കും? 3 ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം. ഡി റിലേറ്റഡ് ടു 3 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ 3 ഗ്യാപ്പ് കഴിഞ്ഞ് നോ വണ്ണ് എഴുതാൻ പറ്റുമോ? വേണമെങ്കിൽ ഇവിടേക്ക് നോക്കുക. ഇവിടെ 3 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കും ഉണ്ടാകുക? ഇവിടെ 3 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? എന്തായിരിക്കും? എച്ച് തന്നെ ആയിരിക്കും. എന്താണ്? ഡി റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട്.
സോറി എച്ച് റിലേറ്റഡ് ടു ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡി റിലേറ്റഡ് ടു എച്ച് നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇനി 19 നമ്മൾ അവിടെ വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പം 19 ക്വസ്റ്റ്യൻ എന്താണ്, ഓഡ് വൺ ഔട്ടാണ്. അപ്പോൾ ആദ്യം ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ എച്ചും ജെയും ഇവിടെ നോക്ക്, എച്ച് ഉണ്ട്, ഇവിടെ ജെ ഉണ്ട്, പിന്നെ ഏതാണ് എയും ഡിയും, എയും ഉണ്ട് ഡിയും ഉണ്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യാം നോക്ക്. എച്ചിൻ്റെ നേരെ മിററായിട്ടുള്ളതല്ലേ ജെ. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിൻ്റെ ലെഫ്റ്റിൽ 1 ആണുള്ളത്, ജെയിൻ്റെ റൈറ്റിൽ കെ ആണുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ ലെഫ്റ്റിലേക്ക് 3 ആണുള്ളത്, ഡീൻ്റെ റൈറ്റിലേക്ക് 3 ആണുള്ളത്. അതാണ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്താണ് ബാക്കി പറയുന്നതും കൂടി അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് എച്ചും ജെയും നോക്കി, എയും ഡിയും നോക്കി, അടുത്ത് ജിയും കെയും നോക്കണം. ജിയും കെയും അങ്ങനെ വരുന്നില്ല. അപ്പോൾ എന്താണ് മിറർ ഇമേജ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ബിയും കെയും നോക്കുക. ബിയും കെയും നോക്കുമ്പോൾ എന്താണ് ബി ഇവിടെ ഉണ്ട്, കെ ഇവിടെ ഉണ്ട്, അതും എന്താണ് മിറർ തന്നെയാണ്. അപ്പോൾ എന്തായി മിറർ തന്നെയായിരിക്കും നമ്മളെ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ബിയും കെയും മിറർ തന്നെയാണെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ ഓടായിട്ടുള്ള ഏതായിരിക്കും ജിയും കെ ആണെന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ജിൻ്റെയും കെയിൻ്റെയും മിറർ അല്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സിയും എഫും കൂടി നോക്കുകയാണെങ്കിൽ സീൻ്റെ ലെഫ്റ്റിലേക്ക് 2, എഫിൻ്റെ റൈറ്റിലേക്ക് 2. അപ്പോൾ എന്താണ് സിയും എഫും മിററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 21 to 25 വരെയുള്ള. അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നോക്കുക. എന്താണ് 8 പീപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈന് ഫേസിങ് നോർത്ത്. ഇനി എങ്ങനെയാണ് ഓരോന്നായിട്ട് ചെയ്യുക. എൻ സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഒ. എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? എൻ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഒ. ഒ എന്താണ് സിറ്റ് 1 ഓഫ് ദ എക്സ്ട്രീം എൻഡ്. അപ്പോൾ എൻഡിലാണെന്ന് പറഞ്ഞത്, ഒ എൻഡിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ലെഫ്റ്റ് എൻഡ് വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഒൻ്റെ ലെഫ്റ്റിലേക്ക് എൻ ഉണ്ട്. അപ്പോൾ എന്താണ് അത് റൈറ്റ് എൻഡ് അല്ലേ വരുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ നമ്മളൊന്നുകൂടി മാറ്റി ചെയ്താണ്. അപ്പോൾ എന്താണ് ഒ എന്തായാലും എന്താണ് എൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് എൻഡ് വരില്ല, അങ്ങനെ റൈറ്റ് എൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് എത്ര പേരുണ്ടാവും എന്ന് പറഞ്ഞ് 7 പേരുണ്ടാവും. അപ്പോൾ ഇവിടെ 3 ആയി, ഇനി ഒരു 4 ഗ്യാപ്പും കൂടി ഇട്ടാൽ മതി. അപ്പോൾ എന്തായി 8 പേരായി ടോട്ടൽ. ഇനി ബാക്കി നോക്കുകയാണെങ്കിൽ നൈദർ എൻ ഓർ ഒ ഈസ് എൻ ഇമീഡിയറ്റ് നൈബർ ഓഫ് എൽ. എന്നിൻ്റെയോ ഒയിൻ്റെയോ ഇമീഡിയറ്റ് നൈബറായിട്ട് എൽ വരില്ല. അപ്പോൾ എൽ എവിടേക്കും വരാൻ ചാൻസ് ഉള്ളത്? ഈ 3 സ്ഥലത്തല്ലേ വരാൻ ചാൻസ് ഉള്ളൂ എല്ലിന്. എന്തുകൊണ്ടാണ്? ഇവിടെ വരില്ല. എന്നിൻ്റെ നെയ്ബറതിനെ കൊണ്ട് ഇവിടെ എല്ല് വരില്ല, ഇവിടെയും വരില്ല, ഇവിടെയും വരില്ല ഒൻ്റെ നെയ്ബറതിനെ കൊണ്ട്. അപ്പോൾ എന്താണ് ഈ 3 പ്ലേസിൽ മാത്രമേ എല്ല് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ടുണ്ട്. അടുത്ത ക്യൂ ആൻഡ് എൽ ആർ ഇമീഡിയറ്റ് നൈബേഴ്സ്. ക്യൂവും എല്ലും എന്താണ് ഇമീഡിയറ്റ് നൈബേഴ്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത നൈദർ ക്യൂ ഓർ എല്ല് അറ്റ് സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ് റോ. അപ്പോൾ എന്തായി ഈ ഇതും കൂടി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് എല്ലും ക്യൂവും വരാൻ ചാൻസ് ഉള്ള ഏതാണ്? 2 പ്ലേസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ? ഈ രണ്ടാമത്തത് 3ാമത്തെ പ്ലേസ് മാത്രമേ ഉള്ളൂ. അടുത്തെന്താണ് കെ സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലിൻ്റെ തേർഡ് ടു ദ റൈറ്റിൽ കെ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്താണ് എം ഡസ് നോട്ട് സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. ഇവിടെ എന്താണ് ഇവിടെ ഇതല്ലേ എൻഡുള്ളൂ, മറ്റേ എൻഡിൽ ഓൾറെഡി ഫിൽ ആയിട്ടുണ്ട്. ഇവിടെ എന്താണ് എം വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എം വരില്ല. പിന്നെ എന്താണ് നൈദർ എം നോർ ക്യൂ ഈസ് നൈബർ ഓഫ് എൻ. ഏതാണെന്ന് പറഞ്ഞാൽ എം ഓർ ക്യൂ എന്താണ് നൈബർ ഓഫ് എന്നിൻ്റെ നൈബർ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപ്പോൾ ക്യൂ എന്തായാലും ഇവിടെ വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ക്യൂ എന്താണ് ഇവിടെ വരില്ല. എന്തുകൊണ്ടാണ്? എൻ. അപ്പോൾ എന്താണ് ഒന്നെങ്കിൽ എൽ ക്യൂ അല്ലെങ്കിൽ ക്യൂ എൽ ആയിരിക്കും ഇവിടെ വരിക എന്ന് പറഞ്ഞത്. ഒന്നെങ്കിൽ എൽ ക്യൂ അല്ലെങ്കിൽ ക്യൂ എൽ. അതെങ്ങനെ വരിക എന്ന് നോക്കാം. അതിന് മുന്നേ ഫുള്ള് വായിച്ച് നോക്കുക. ജെ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം. അതും കൂടി അടയാളപ്പെടുത്തുക. ജെ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം. അപ്പോൾ അതാണ് നമ്മളെല്ലാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ഓരോ ഹിൻറ്റുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എൽ ഓർ ക്യൂ അല്ലെങ്കിൽ ഇവിടെ ക്യൂ ഓർ എല്ലാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ എല്ല് 2 ഗ്യാപ്പ് കെയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ സപ്പോസ് എല്ല് ഇവിടെ ഇട്ട് എല്ലിന് ഞാൻ ഇവിടെ ഇട്ട് ക്യൂവിന് ഇവിടെ ഇട്ട് അങ്ങനെയാണെങ്കിൽ കെ എവിടേക്കും വരിക? 2 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എന്നിൻ്റെ അപ്പുറം അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും എല്ല് ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. അതെന്തുകൊണ്ടാണ് നോക്ക്. എല്ല് ഞാനിതാ ഇവിടെ ഇട്ട് ക്യൂ ഇവിടെ ഇട്ട് എൻ ഒ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ അങ്ങനെയാണെങ്കിൽ കെ അവിടെ വരുന്ന പറഞ്ഞാൽ കെ 2 ഗ്യാപ്പ് കഴിഞ്ഞ് എന്നിൻ്റെ അപ്പുറം ഓൾറെഡി അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കയറി കേക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ് ഈ കേസ് പോസിബിൾ അല്ല. അപ്പോൾ എന്താണ് ആകെ പറഞ്ഞത്
ഇതാ എല്ലും ക്യൂവും ഇവിടെ ഒന്നും വരില്ല. എല്ലും ക്യൂവിന് ആകെ 2 പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ക്യൂ ഇവിടെ ഇരിക്കുക, എല്ല് ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ എല്ല് ഇവിടെ ഇരിക്കുക, ക്യൂ ഇവിടെ ഇരിക്കുക. അപ്പോൾ അത് മാത്രമല്ല എല്ലിന് 2 ഗ്യാപ്പ് കഴിഞ്ഞ് കെയും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പോസിബിൾ ആയിട്ടുള്ള ആകെ ഈ കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യൂ എൽ എൻ ഒ ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഏതാണ് ചെയ്യാനുള്ളത്? J2 ഗ്യാപ്പ് എം. അതെവിടെയാണ് ഫില്ല് ചെയ്യുക? ഞാനെന്താ ജെയിൻ എവിടെ ഇട്ട് 2 ഗ്യാപ്പ് എം, അങ്ങനെയല്ലേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? J2 ഗ്യാപ്പ് എം അവിടെ വന്നിട്ടുണ്ടേ. ഞാനിപ്പോൾ തൽക്കാലം ഇതാ J2 ഗ്യാപ്പ് എം എന്ന് എവിടെ ഇട്ട് J2 ഗ്യാപ്പ് എം. അപ്പോൾ എന്താണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്? J2 ഗ്യാപ്പ് എം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ സപ്പോസ് ജെ ഇവിടെ ഇട്ട് 2 ഗ്യാപ്പ് എം ഇവിടെ ഇട്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യില്ല. ഏത് കണ്ടീഷനാണ്? ഓക്കെ, ജെ എന്താ ഇവിടെ ഇട്ട് എമ്മിന് എവിടെ ഇട്ടുണ്ടെങ്കിൽ ഇതാ എമ്മും എന്നും എന്താണെന്ന് പറഞ്ഞ് നൈബർ അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് ഈ ഇവിടെ ജെയിനെ എമ്മിനെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജെയിൻ എമ്മിനെ എവിടെ പ്ലേസ് ചെയ്യുക? അപ്പോൾ ജെയിൻ എമ്മിനെ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ജെയിൻ എവിടെ ഉണ്ടെങ്കിൽ എമ്മിന് അതാ ഈ ഓയിൻ്റെ പുറത്തേക്കാവും. അതാവില്ലല്ലോ. ആകെ നമുക്ക് തന്ന സീറ്റുകൾ ഇതല്ലേ ഉള്ളൂ. നമുക്ക് വേക്കൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഏതാണ് 4 സീറ്റേ ഉള്ളൂ. ഈ രണ്ടുമേ ഉള്ളൂ. അപ്പോൾ ജെയിൻ എമ്മിനെ എവിടേക്ക് ഇടാൻ പറ്റുക? ജെയിൻ എവിടെ ഇട്ട് എമ്മിനെ എവിടെ ഇട്ട്. എന്തുകൊണ്ടാണ് ജെയിൻ എമ്മിനെ ഇവിടെ ഇടാണ്ടുന്നത്? എമ്മും എന്നും എന്താണെന്ന് പറഞ്ഞാൽ നൈബേഴ്സ് അല്ല എന്നാണ് പറഞ്ഞത്. എമ്മും എന്നും നൈബേഴ്സ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്താണ്? നമ്മൾ ഇതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? എം ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബാക്കിയുള്ള ഏതൊക്കെയാണ്? പി ഉണ്ട്, ക്യൂ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, ജെയും ഫില്ല് ചെയ്തിട്ടുണ്ട്, ജെ ഫില്ല് ചെയ്തിട്ടുണ്ട്, കെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി എന്താണ്? പീനെയും എല്ലും കെയും ഉള്ളത് നമ്മൾ ഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലിന് കെയിന് എവിടേക്കും വരിക? എല്ല് ഇവിടെയാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് കെ ഇവിടെയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുവരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഏതാ? പി മാത്രമേ ഉള്ളൂ. അപ്പോൾ പി ക്യു എൽ ജെ എൻ കെ എം ഒ ഇതാണ് നമുക്ക് കിട്ടിയ അറേഞ്ച്മെൻറ്റ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുക. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുന്നതിന് മുന്നേ ആകെ എന്താണ് ചെയ്തത്? നമ്മൾ ഓരോ ഹിൻ്റായിട്ട് എഴുതി വെച്ച് അത് കണക്റ്റ് ചെയ്ത് പോയി, അത്രേ ചെയ്തിട്ടുള്ളൂ. അതുമാത്രമല്ല നമ്മൾ കേസസ് ആയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് അഥവാ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ എന്താണ് ഇനിയിപ്പം ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കിത് കിട്ടിയ അറേഞ്ച്മെൻറ്റ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ജെ വിത്ത് റെസ്പെക്ട് ടു കെ? ജെയിനെ വെച്ച് നോക്കുമ്പോൾ കെൻ്റെ പൊസിഷൻ എന്താ? എങ്ങനെയാ? സെക്കൻഡ് ടു ദ റൈറ്റ് അല്ലേ? സെക്കൻഡ് റൈറ്റ് എന്നായിരിക്കും വരിക. ഇനിയിപ്പോൾ എന്താണ്? ഹൂ സിറ്റ്സ് ബിറ്റ്വീൻ എൽ ആൻഡ് ജെ? എല്ലിൻ്റെയും ജെയിൻ്റെ ഇടയിൽ ആരാളുള്ളത്? ആരുമില്ല. കാരണം എന്താ? എല്ലും ജെയും നൈബേഴ്സാണ്. അപ്പോൾ നണ്ണ് എന്നായിരിക്കും വരിക. നണ്ണ്. ഇനി ഹൗ മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ എൽ ആൻഡ് ഒ? എല്ലിൻ്റെയും ഒൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട്? ഇതാ എൽ ഇവിടെ ഉണ്ട്, ഒ ഇവിടെ ഉണ്ട്. എത്ര ഉണ്ട്? 4 അല്ലേ? എല്ലിൻ്റെയും ഒൻ്റെ ഇടയിൽ 4 ആൾക്കാർ. ഇനി ഹൂ സിറ്റിംഗ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റോ? എത്രയാണ്? നമുക്ക് ആകെ എത്ര പേരാണുള്ളത്? ആകെ 8 പേരാണുള്ളത്. അപ്പോൾ അതിന് മിഡിൽ എന്തായിരിക്കും? 4ാമത്തെ 5ാമത്തെ ആളായിരിക്കില്ലേ? നോക്ക് 1 2 3 4 ഈ ജെയും എന്നും ആയിരിക്കും മിഡിൽ. നോക്ക് മിഡിൽ എങ്ങനെയാണ് വരിക? അതിൻ്റെ 2 എൻഡിലേക്ക് സെയിം ആയിട്ട് ആൾക്കാരുണ്ടാവുന്നത്. ഇവിടേക്ക് 3 ആളുണ്ട്, ഇവിടേക്ക് 3 ആളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ആരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ആൻഡ് എൻ ആയിരിക്കും. അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നൊക്കെ വരും. അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡ് വൺ കാണാൻ എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ബാക്കിയുള്ള കാണാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ നോക്കുക? എന്നും കെയും ഉണ്ട്. നോക്ക് എന്നും കെ ഇതാ ഇവിടെ ഉണ്ട്. അടുത്തത് എന്താണ്? കെയും എമ്മും ഉണ്ട്. കെയും എമ്മും ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? ഓയും എമ്മും ഉണ്ട്. ഓയും എമ്മും ഇവിടെ ഉണ്ട്. പിയും ക്യൂ ഉണ്ട്. പിയും ക്യൂ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? എല്ലും ജെയും ഉണ്ട്. എല്ലാം അടുത്തടുത്താ. പിന്നെ ഇതിൽ എങ്ങനെ ഓട് വൺ ഔട്ട് എങ്ങനെയാണ് കാണുന്നത് ഡൗട്ട് വരും. അപ്പോൾ ഒന്നും കൂടി നോക്കുക. എന്നും കെയും, എൻ ലെഫ്റ്റ് കെ റൈറ്റ്, കെയും എമ്മും, കെ ലെഫ്റ്റ് എം റൈറ്റ്, ഓയും എമ്മും. പക്ഷേ ഇവിടെ ഓ എന്താണ്? റൈറ്റ്, എം ലെഫ്റ്റ് എന്നുള്ളത്. ഇവിടെ മാത്രം എന്താണ്? ആദ്യത്തത് എന്താണ്? റൈറ്റിലായിപ്പോയി. ഇതുവരെ എന്താണ്? ആദ്യത്തെ ലെഫ്റ്റിലും 2ാമത്തെ റൈറ്റിലായിരുന്നു. ഇവിടെ മാത്രം എന്താണ്? ആദ്യത്തെ റൈറ്റിലായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആൻസർ വരിക? ഒ എം. ഇനിയിപ്പോൾ പി ക്യൂ നോക്കുകയാണെങ്കിൽ ഇതാ പി ലെഫ്റ്റ് ക്യൂ റൈറ്റ്, എൽ ജെ നോക്കുകയാണെങ്കിൽ എൽ ലെഫ്റ്റ് ജെ റൈറ്റ്. അപ്പോൾ എന്താണ്?
നമ്മളിതിലുള്ള ഓട് കണ്ടുപിടിച്ച് OM ആണെന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ആകെ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ലീനിയർ ഇക്വേഷൻസിലെ യൂണി ഡയറക്ഷൻസ് എന്നുള്ള അതിൻ്റെ പസിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ആദ്യം എത്ര പേഴ്സൺസ്, നമ്പർ ഓഫ് പേഴ്സൺസ് എത്ര ഉണ്ടെന്ന് ആദ്യം നോക്കണം. അതിനുശേഷം ഓരോ കണ്ടീഷൻസ് ക്വസ്റ്റ്യനിൽ തന്നെ എന്താക്കണം, നമ്മൾ ഓരോ ഹിൻറ്റുകളായിട്ട് എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം അത് തമ്മിൽ കണക്റ്റ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. നമ്മളിപ്പോൾ 5 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ബേസിക് ലെവലായിട്ട് ഭയങ്കര ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അവസാനത്തേക്ക് എന്താണ് നമ്മൾ അധികം എന്താണ് ഓവറായിട്ട് ഡിസ്കസ് ഒന്നും ചെയ്തില്ല. എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ലീനിയർ ഇക്വേഷൻസിലെ സിംഗിൾ ഡയറക്ഷനിൽ വരുന്ന ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ചിലപ്പം കൂടിപ്പോയത് 1 മിനിറ്റിനുള്ളിൽ എന്തായാലും നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രിലിംസ് ലെവലാണ്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാവരും എടുത്ത് പ്രാക്ടീസ് ചെയ്യുക.